ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ ഒന്ന് മാറിയായിരുന്നു, വീണ്ടും എൻ്റെ മഴ തുടങ്ങി, വഴി മുഴുവൻ ബ്ലോക്കുമായി എല്ലാം സ്തംഭിച്ച് നിൽക്കുക. അതിനിടയിൽ ആംബുലൻസ് പോകുന്നു കേട്ടോ. ഈ ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നെഞ്ചിനൊരു ഇടിയാണ്. എന്തുമാത്രം ആംബുലൻസ് എൻ്റെ ഓരോ ദിവസവും ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ആംബുലൻസ് പറക്കുന്നതാണ്. ഓരോരുത്തരുടെ ജീവനും കൊണ്ട് അത് പോകുന്നത് നമുക്കറിയാലോ. എനിവേ, എല്ലാം ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഡോൾബി അറ്റ്മോസ് ഉള്ള സെബ്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഹോം തിയേറ്ററാണ്. അതിന് സബ് വൂഫറും സറൗണ്ട് സ്പീക്കറും എല്ലാം ഉള്ളതാണ്. ഇത് ഒരു കിഴക്കുള്ള, അതായത് ഇടുക്കി ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു സാറിൻ്റെ ആണ്. അപ്പോൾ ഇതിനകത്ത് തീ കത്തുന്നതാണ് സാറിൻ്റെ കംപ്ലയിൻറ്റ്. സാർ ഇത് വെച്ചിട്ട് പോയതാണ്. വെച്ചിട്ട് പോയിട്ട് ഒരാഴ്ച 3-4 ദിവസം വർക്ക് ചെയ്യാതെ വന്ന് ഓൺ ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് സ്പാർക്കിങ്ങോ പുകയോ ഒക്കെ വന്നെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടേ നമ്മളിത് കുത്തുന്നുള്ളൂ. അല്ലാതെ കുത്തിയിട്ട് എന്നാന്നറിയാതെ വല്ല വെള്ളം മുമ്പ് നമ്മളൊരു സാംസങ് കഴിച്ച് കണ്ടല്ലോ, സാംസങ്ങിനകത്ത് വെള്ളമല്ലായിരുന്നു കിടന്നിരുന്നത്, വെള്ളം. ആ വെള്ളം പോലെ വല്ല വെള്ളവും കയറിയതാണോ വല്ല പൂച്ച മുള്ളിതാണോ എന്നൊക്കെ നമുക്കറിയണം. ഡോൾബി അറ്റ്മോസ് ഉള്ള ഇതുണ്ടോ, ഡോൾബി അറ്റ്മോസ് ഉള്ള സെബ്രോണിക്സിൻ്റെ ഒരു 5.1 ഹോം തിയേറ്ററാണ്. ഡോൾബി അറ്റ്മോസ് ഉള്ള സെബ്രോണിക്സിൻ്റെ 5.1 ഹോം തിയേറ്റർ. നല്ല ഹോം തിയേറ്ററാണിത്. ഇതുണ്ട്, ഒപ്റ്റിക്കൽ ഇന്നുണ്ട്, USB ഉണ്ട്, HDMI ഔട്ടുണ്ട്, ഔട്ട്പുട്ട്, പിന്നെ സബ് വൂഫർ വയേർഡ് ആണെന്ന് മാത്രം. ഇതിൻ്റെ മോഡൽ നമ്പർ സെബ്രോണിക്സ് സൗണ്ട് ബാർ ജൂക്ക് ബാർ 9750 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ജൂക്ക് ബാർ 9750 സൗണ്ട് ബാർ സെബ്രോണിക്സ്. സെബ്രോണിക്സ് ഒരുവിധം നല്ല ബ്രാൻഡാണ്. ഇപ്പം നമുക്ക് സൗണ്ട് ബാറുകൾ കിട്ടുന്നതിൽ ഒരു നല്ലൊരു ബ്രാൻഡായിട്ട് ഇപ്പോൾ സെബ്രോണിക്സ് മാറിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ, ഒരു സ്ക്രൂ ഇവിടെ പാത്തിരിപ്പുണ്ട് ചേട്ടാ, അത് നമ്മൾ നോക്കണം. ഇത് അവരുടെ ഗ്യാരണ്ടി സീൽ ഒട്ടിച്ചിരിക്കുന്ന, മനസ്സിലായോ? കണ്ടോ? അപ്പോൾ ഇത് പൊട്ടിയാൽ ഇത് തുറന്നോന്നറിയാൻ വേണ്ടിയിട്ട് കമ്പനിക്കാർ വെച്ചിരിക്കുന്ന ഒരു സീലാണ്. ആ സീല് പൊട്ടിയാൽ അവർ വാറണ്ടി തരികയില്ല. ഇത് വാറണ്ടി പീരീഡ് കഴിഞ്ഞായതുകൊണ്ട് നമ്മൾ സീല് പൊട്ടിച്ച് തുറക്കുന്നു. അപ്പോൾ എല്ലാ കമ്പനിക്കാർക്കും ഇതുപോലെ ഓരോ സീലൊക്കെ ഹിഡനായിട്ട് വെച്ചിട്ട് കാണും. നമ്മളത് കണ്ടുപിടിക്കണം. ഇതാണ്ട് ബോർഡ് ഇത്രേ ഉള്ളൂ, എല്ലാം കൂടി ഇത്രേ ഉള്ളൂ. ഈ ബോർഡിൽ നിന്നാണെല്ലാം പോയിരിക്കുന്ന ഫാൻ വരെ വെച്ചിട്ടുണ്ട്. അപ്പടി കൊടലുമുണ്ട്. അതാണ് സെബ്രോണിക്. സോണി, സാംസങ്, LG, ഈ 3 ബ്രാൻഡിൻ്റെ പേര് എപ്പോഴും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് പക്ക ചൈനയാണിത്. ചൈനയിൽ നിന്നൊരു കുറഞ്ഞൊരു സാധനം. എൻ്റെ കണ്ണാടി ഇങ്ങനത്തെ ചേട്ടാ, ലെൻസ് ഒരു വലിയ കുഴപ്പമില്ലാത്ത, തീരെ കുറ്റം പറയാൻ പറ്റാത്ത ഒരു ബ്രാൻഡ്. ഇത് സാധാരണ ചെറിയ പവർ സപ്ലൈയാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാൻ സ്കൂടുന്ന പാത്രം ഇങ്ങെടുത്തു. ഇതിനകത്ത് എന്താണ് സ്പാർക്കിങ് വന്നെന്ന് നോക്കണം. ഇപ്പം എത്ര നാൾ പഴക്കമുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇതിലൊക്കെ തുരുമ്പായി. വെള്ളമൊന്നും കാണുന്നില്ല. കസ്റ്റമർ ഇതിനകത്ത് അതാണ്ട് കത്തിയിരിക്കുക. അതാണ്ട് ഇവിടെ ഡിസ്ക് കത്തി. അതാണ് സ്പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഡിസ്ക് കത്തിയിട്ടുണ്ട്. ഡിസ്ക് നമുക്ക് അയച്ചെടുക്കാം. ഞാൻ കുത്തിയൊക്കെ ആയിട്ട് സോൾഡറിങ് ഞാൻ കുത്തിക്കും. കണ്ടോ, പവർ സപ്ലൈയിൽ സ്പാർക്കിങ് വന്നതാണ്. എന്നിട്ട് ഇത് റിപ്പയർ ചെയ്യണം. തുരുമ്പ് കയറി കത്തിപ്പോയതാണ്. തുരുമ്പ് കയറിയും സ്പാർക്കിങ് വഴിയും ഒക്കെ കത്തിയതാണ്. ഇതിൻ്റെ പവർ സപ്ലൈ ഇതിങ്ങനെ വന്ന് ഇവിടെ വന്നാണ് കയറുന്ന വയറ്. അപ്പോൾ അവനെ ഇങ്ങനെ എടുക്കണേൽ ഇച്ചിരി പാടാണ്. എനിക്കൊരു ട്യൂസറൊക്കെ തന്നേ. ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ അത് ഈ സ്പാർക്ക് ചെയ്തിട്ട് ഇതായതായിരിക്കാം.
എന്നാൽ എല്ലാം കളഞ്ഞ് ഇനിയിപ്പം അവിടെ ആ പ്രിൻ്റ് അത്രയും പോയതുകൊണ്ട് ആ കത്തിയും കൂടി ഞാൻ ഇനിയിപ്പോൾ ഇച്ചിരി വയർ ഈ കമ്പി അവിടെ ഇരുന്നാലും നല്ലത് ഇച്ചിരി വയറിട്ട് കൊടുക്കുകയാണെന്ന് എനിക്കൊരു കണക്ഷൻ 2 കണക്ഷൻ വയറിട്ട് കൊടുക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കമ്പി ഇട്ടാലും മതി, നല്ലൊരു കമ്പി ഇടുക കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ ഒരു വൃത്തിയും കാര്യങ്ങളുമൊക്കെ വയറിട്ട് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ ഒത്തിരി ഡ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്കൊന്ന് ആദ്യം ചെയ്യാം. ആ ലഡും പച്ച കഴിഞ്ഞിട്ട് വയറ് വേണം, ആക്ച്വലി ഗേജുള്ള ഈ വയർ മതി. ഈ വയറിൻ്റെ ഒരു കഷ്ണം മഞ്ഞ, ഒരു കഷ്ണം വെള്ളയും, ഒരു ഇത്രയും മതി. ഒരു ഇത്ര ചുമലയെങ്കിൽ ചുമല, മഞ്ഞയെങ്കിൽ മഞ്ഞ. ഞാൻ പറഞ്ഞ പോയിന്റിൽ ചില ആൾക്കാർ പറയുന്നത് പോലെ കയറി പിടിക്കാതെ. ചില ആൾക്കാർ ഇതിനകത്ത് പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഓരോ വാക്കിലൊക്കെ കയറി. നമുക്ക് ഈ പല്ലിനിടയ്ക്ക് ഒരു നാക്കല്ലേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ഞാനിത് ചിന്തിക്കണം, ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്നാന്ന് ആലോചിക്കണം. അപ്പോഴൊക്കെ പറയുമ്പോൾ കയ്യിലിരിക്കുന്ന നിറം എന്നാണെന്ന് ചേട്ടൻ അറിയാം. 2 നിറത്തിൻ്റെയും കൂടെ ഓരോ ഇഞ്ച് ഭക്ഷണം തരാനും പറഞ്ഞു. പിന്നെ ചുമലയാണോ മഞ്ഞയാണോ എന്നൊക്കെ വല്ല കാര്യമുണ്ട് ചേട്ടാ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതിലാണ് കഥ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളൊരു പ്രൊഫഷണലായിട്ടിരുന്ന് ഒരു തൊഴിൽ പോലെ ഇരുന്ന് ഞാൻ ആൾക്കാരെ സർവീസിനെ കുറിച്ച് പഠിച്ച് പേപ്പറിൽ എഴുതി ബുക്കിൽ എഴുതി ഒന്നും പറയുന്നതല്ല, കാണാപ്പാഠം പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. അപ്പം ചിലപ്പോൾ ഒരു വാക്കും 2 വാക്കും ഒക്കെ തെറ്റിന്നിരിക്കും. അതിനൊക്കെ എൻ്റെ മക്കൾ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ ചാച്ചൻ തോറ്റു പോകും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടെന്ന് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാര്യം മനസ്സിലാകാതെ നിങ്ങൾക്ക് എന്നാലും ഞാൻ പറഞ്ഞത് തെറ്റിയതാണെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പം പിന്നെ ചില തെറ്റിയൊക്കെ പറയുന്നൊരു സ്വഭാവവും എനിക്കുണ്ട്. അതൊക്കെ ചാച്ചൻ്റെ ഒരു തമാശയാണ്. എന്നാലും നിങ്ങളൊന്ന് എന്നെ ഒരാൾ പറഞ്ഞ പോലെ എന്നെ ചൊടിപ്പിക്കാനാന്ന് പറഞ്ഞു ഒരാൾ ഇട്ടിട്ടുണ്ട്. എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് ചൊടിപ്പിക്കാൻ ഞാനും പറയുന്നതാണെന്ന് വിചാരിച്ചോ? അല്ലേ? എനിക്കും ചൊടിപ്പീരൊക്കെ ഇഷ്ടമാണ്. അപ്പം കുറ്റമായിട്ട് ഞാൻ പറയല്ല. നമുക്കൊരു സാംസങ്ങിൻ്റെ ഹോം തിയേറ്ററോ സോണിയുടെ ഹോം തിയേറ്ററോ LGയുടെ ഹോം തിയേറ്ററോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ പെട്ടെന്ന് വരികയില്ല. പിന്നെ തണുപ്പുള്ള ഏരിയ ആണ്, കിഴക്കാണ്, അപ്പോഴും സംഭവിക്കാം ഇങ്ങനെയൊക്കെ എല്ലാം മൊത്തം പ്രശ്നമായി പോകാം. പിന്നെ ഇത് ഒരു ട്രിപ്പിക്കൽ ചൈനീസ് ബോർഡ് തന്നെയാണ്. മറ്റവർ കുറച്ചും കൂടെ ക്വാളിറ്റി ആവശ്യപ്പെടാറുണ്ട് എന്ന് തോന്നുന്നു, ബ്രാൻഡഡെ. അപ്പോൾ അവർ വില കൂടുതൽ മേടിക്കും ചൈനക്കാർ. ഇത് സെബ്രോണിക്സ് ഒരു ക്ലാരിറ്റി ബേസിൽ ബെറ്ററാണ്. പിന്നെ മറ്റ് ചില ബ്രാൻഡുകൾ, ഞാൻ ബ്രാൻഡുകളുടെ പേരെടുത്ത് പറയുന്നില്ല, നമുക്കിവിടെയുള്ള മറ്റ് ചില ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ സോണി LGയും സാംസങ്ങും കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥാനം കൊടുക്കാം സെബ്രോണിക്സിന്. വലിയ കുഴപ്പമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അത് നല്ലതല്ല ഇത് നല്ലതല്ല എന്നൊന്നും ചോദിക്കണ്ട. വേറെ ഒത്തിരി ഉണ്ട്. F&D ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, ഐബെല്ലുണ്ട്, ഗീബെല്ലുണ്ട്, ഇംപെക്സ് ഉണ്ട്, ഒനിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ ക്വാളിറ്റിയും വിലകളും ഉണ്ട്. ക്വാളിറ്റി അനുസരിച്ചാണ് എല്ലാവരും വിലയിടുന്നത്. അപ്പം നിങ്ങളുടെ പോക്കറ്റിന് ഏതാണ് അനുയോജ്യം
എന്ന് വിചാരിച്ച് അത് മേടിക്കാം. നമുക്ക് എല്ലാ മേഖലയിലും അങ്ങനെയാണല്ലോ. മാരുതി കാറുണ്ട്, ബെൻസ് കാറുണ്ട്, BMW ഉണ്ട്, ടാറ്റ ഉണ്ട്, ഇപ്പോഴാണ് BYD ഉണ്ട്, ടെസ്ല വരുന്നു എന്ന് വേണ്ട. പണ്ടേ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സഹോദരൻ മാരുതിക്ക് ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ നടന്ന തെണ്ടിതാണ്. ഒരു കാറ് തരാവോ, ഞങ്ങൾക്കിവിടെ കാറ് തരാമോ. പണ്ട് ഫോർഡിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഫോർഡ് പറഞ്ഞു, ഞങ്ങളൊക്കെ അമേരിക്കക്കാർക്ക് വേണ്ടി കാറുണ്ടാക്കുന്ന ഇന്ത്യക്കാരെ പോലെയുള്ള ദരിദ്രവാസികൾക്ക് കാറുണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ആ ഫോർഡ് തന്നെ ഇവിടെ വന്ന് ഇപ്പം നാണം കെട്ട് ഇവിടുന്ന് പോയി. ഇന്ന് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ പഴയ ഇന്ത്യയല്ല മക്കളെ, കൊച്ചിയല്ല, ബിലാലല്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇത് പഴയ ഇന്ത്യയല്ല. ഇന്ന് ഈ പട്ടിണിപ്പാവങ്ങളുടെ ഇന്ത്യയല്ല, ഇന്ന് കോടീശ്വരന്മാരുടെ ഇന്ത്യയാണ്. ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു വിലയുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്. അപ്പോൾ അത് നേടിത്തന്നു നമ്മുടെ ഭരണകർത്താക്കൾ എല്ലാവരും കൂടി നമുക്ക് നേടിത്തന്നു. ഏറ്റവും സെറ്റ്. ഞാൻ ഇന്നയാളെന്നൊന്നും പറയുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ റോളുകളുണ്ട്. ഇപ്പം റീസെൻ്റ്ലി വന്നവരും നേരത്തെ വന്നവരും എല്ലാവർക്കും ഒരു റോളുണ്ട്. നമുക്ക് കാറ് തരാതെ ഇരുന്നപ്പോൾ സുസുക്കിയാണ് നമുക്ക് കാറ് തന്നത്. എന്നാണേലും അവർ രക്ഷപ്പെട്ടു. ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ സുസുക്കിയുടെ ഏറ്റവും നല്ല പ്ലാന്റായിട്ട് മാരുതി മാറി. നമ്മളും രക്ഷപ്പെട്ടു. അംബാസിഡർ കാർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് നല്ല വെടിക്കെട്ട് മാരുതിയുടെ 800 എന്ന് പറഞ്ഞൊരു കാറ് തന്നു. നല്ല കാറായിരുന്നു. ഇപ്പോഴും അത് ഓടുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് നിർത്തിയത്. അതുവരെ അത് ഓടി. അപ്പം ഓരോ കമ്പനിക്കും ആ കമ്പനികളുടേതായ നിലപാടുകളും സ്റ്റാൻഡുകളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ആ നിലപാടുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് വയറിടുന്ന ഇഷ്ടം. പിന്നെ ഒരു ഇൻസുലേറ്ററും കൂടെ ആയതുകൊണ്ട് പിന്നെ അവിടെ ഒരു കത്തിപ്പിടുത്തോ കാര്യങ്ങളോ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ വയറിടുന്നത്. ഈ ഇത് പൊള്ളിയല്ല ചേട്ടാ. ഈ വയറേ ഇച്ചിരി പോരാ. കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഇൻസുലേഷൻ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി മയമായിപ്പോയി. നമുക്ക് വേറൊരു വയറെടുക്കാം. ഗേജ് പോരാ, ഇത് മാറ്റിയാലേ. അതിനകത്ത് ചുമല കിടപ്പുണ്ട് ഇങ്ങനത്തെ. അതെ, ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കുഴപ്പമില്ല കേട്ടോ. അത് വേണം, അതിനൊരു മയമൊക്കെ വേണം. ഇത് പവർ സപ്ലൈ യൂണിറ്റ് ആയതുകൊണ്ട് ഞാനിത് വേറൊരു വയറെടുക്കുക. ആ ചെറിയ ഇലക്ട്രോണിക്സ് വോൾട്ടേജൊക്കെ വരുന്നിടത്തേ അത് നല്ലതാണ്. ഇത് 230 വരുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഇച്ചിരി ഗേജുള്ള വയർ വേണം. നമുക്കിനി എടുത്ത് വെക്കേണ്ട തിന്നറ് കേട്ടാ. തിന്നറ്, ബ്രഷ്, വേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. നമുക്ക് ഈ ലൈൻ കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഞാൻ ഒരു കഷ്ണം കൂടെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ്. ഇതാണ് നമ്മൾ ഇനി കസ്റ്റമർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ഇപ്പം എന്നാണെങ്കിലും ഇത് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ 2-3 കൊല്ലം കൂടെ
ചിലപ്പോൾ ആ സാധനം ചെയ്തില്ലെങ്കിലും ഇത് വർക്ക് ചെയ്തെന്നിരിക്കും. എന്നാലും എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ അതും കൂടെ മുൻകൂർ ചെയ്യുവാണ്. കാരണം ഇനി ഒരിക്കലും ആ ഒരു ഭാഗത്ത് ഇനി ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മറുവശത്ത് വിടുക അല്ലേ? മറുവശത്തുണ്ട്. അല്ല, 2 പോർട്ടാണ് അവിടെ ഉള്ളത്. അതിൽ ഒരു പോർട്ട് ഇപ്പോൾ പോയുള്ളൂ, മനസ്സിലായില്ലേ? അടുത്ത പോർട്ട് ഭാവി പോവും, മനസ്സിലായില്ലേ? ഒരു കാലിന് മുടന്താണ്, അടുത്ത കാലിനും മുടന്ന് വരും. ഇന്ന് വന്നില്ല, നാളെ വരും. അതിനുള്ള ലക്ഷണങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. വേരിക്കോസ് വെയിൻ കാണാം. ക്ലിയറായോ? അപ്പോൾ വേരിക്കോസ് വെയിൻ വരുന്നത് കൊണ്ട് വേരിക്കോസ് വെയിൻ കൂടാതിരിക്കാനും നാളെ ഇനി അവിടെ ഒരു മുടന്നുണ്ടാകാതിരിക്കാനും ഞാനത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നത് ബ്രഷ് തരും. ചേട്ടാ വേസ്റ്റ്. ഇതിനകത്ത് ഈ നമ്മളിട്ട ഇതൊന്നും ഇരിക്കാൻ പാടില്ല, ഒട്ടും ഇരിക്കാൻ പാടില്ല. അത് ഈ ബോർഡ് തൊട്ടാൽ തുരുമ്പാകുന്ന കൂട്ട് ബോർഡാണ്. അപ്പോൾ നമ്മൾ ഒട്ടും ഈ നമ്മളിട്ട ലെഡിൻ്റെ ഫ്ലെക്സിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും ഈ ബോർഡിലിടാതെ നല്ല ഒന്നാം തരം തിന്നർ തന്നെ വെച്ച് കഴിയണം. ഐസോപ്പപ്പിളിനിട്ട് കഴിയാൽ ചിലപ്പം പോയെന്ന് വരികയില്ല. അതുകൊണ്ട് തിന്നർ തന്നെ മേടിക്കണം. അത് ഷെർലാക്കിൻ്റെ സ്പ്രേ പെയിൻറ്റിന് അടിക്കുന്ന തിന്നർ തന്നെ മേടിക്കണം. അപ്പം തന്നെ വേപ്പറാകുന്ന ടൈപ്പ്. ചില വില കൂടുതല, പക്ഷെ അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്ന വർക്കിന് ക്വാളിറ്റി ഉണ്ടാകാൻ അത് അത്യാവശ്യമാണ്. എൻ്റെ കോഡ് വേറെ ഞാൻ പള്ളത്തെ പീസ് പോവോ നോക്കട്ടെ. എന്ത് പൊട്ടിത്തെറിയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കട്ടെ. ഞാനൊന്നും എടുക്കാതെ എൻ്റെ കാഴ്ച കൊണ്ട് തന്നെ ഞാൻ ചെയ്തതല്ലേ. മീറ്റർ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. അപ്പം എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ മാത്രമല്ലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് ഷോട്ടിംഗ് ആയി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യണമല്ലോ. വേറെ ഷോട്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എന്നാണേലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നും മാറിയില്ല. ഫോണാകുന്ന എവിടെയാണെന്നുണ്ട് അത് സ്പാർക്ക് ചെയ്ത് അയാൾ ഉപയോഗിച്ച് ഇത് കംപ്ലൈൻ്റ് ആയെങ്കിലേ ഉള്ളൂ. സ്പാർക്ക് ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാർ വെച്ച് ചെയ്യുമല്ലോ. ആ, സെറ്റ് റെഡിയായി, ഓണായി. എവിടെ ഡിസ്പ്ലേ വരുന്നത്? വന്നു. ഓ, ഓക്കെ. കണ്ടോ നീ? കണ്ടു. OPT. അപ്പം 1 മീറ്ററും ഇല്ലാതെ സർവീസ് ചെയ്യാൻ ഒരു നല്ല മെക്കാനിക്കിന് പറ്റുമെന്ന് മനസ്സിലായാലും അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുക, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബോർഡിൽ സ്ക്രൂ ഇട്ട് തരാം. എല്ലാ സ്ക്രൂ ഒരുപോലത്തെയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു സ്ക്രൂ മാത്രം മാറ്റം കിടന്നു. ഈ 2, 3, 2, 3, 4 ഇത് 4 ബോർഡിൻ്റെ. ഇത് സ്ക്രൂ ഇട്ടിട്ട് നോക്കാം. പാടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചുമ്മാ വലിച്ചുവാരി ഇതും ചെയ്യുന്നതിലല്ല, നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള കംപ്ലൈൻറ്റ് കസ്റ്റമറോട് ചോദിച്ച് മനസ്സിലാക്കണം ആദ്യം. നല്ലൊരു ഡോക്ടർ അങ്ങനെയാണ്. അങ്ങോട്ട് തിരിയുമ്പോൾ വേദനയുണ്ടോ, ഇവിടെ തിരിയുമ്പോൾ വേദനയുണ്ടോ, അവിടെ ഞെക്കി നോക്കും, ഇവിടെ ഞെക്കി നോക്കും. അങ്ങനെ അവസാനം കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ ഈ കസ്റ്റമറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ കസ്റ്റമർ ആരെയും കാണിക്കാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതേപടി പുള്ളി എത്ര കിലോമീറ്റർ കാണും? ഒരു 200 കിലോമീറ്ററെങ്കിലും ഇല്ലേ? ഒരു 200 കിലോമീറ്റർ ദൂരെ നിന്ന് ആ കസ്റ്റമർ, പുള്ളി ഒരു ഉദ്യോഗസ്ഥനാണ്, പുള്ളി എന്നെ വിശ്വസിച്ച് കൊണ്ടുവന്ന.
നെടുങ്കണ്ടത്തിന് ഇവിടുന്ന് തന്നെയാണെങ്കിൽ ഒരു 100-150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന സാധനമാണ്. അങ്ങനെ പണിയിക്കാതെ കൊണ്ടുവന്നത് കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളിത് പണിയാത്ത സെറ്റായതുകൊണ്ട് പടക്കേന്ന് ശരിയായി. അതുകൊണ്ടാണ് ഞാൻ തൊടാതെ കൊണ്ടുവരണമെന്ന് എപ്പോഴും പറയുന്നു. തൊടാതെ കൊണ്ടുവന്നാൽ ഈ കംപ്ലൈൻറ്റ് നമുക്ക് ഇതാണ്ട് ഓണായി. ഡിസ്പ്ലേ ഒക്കെ നല്ല സൂപ്പർ. വെൽക്കം ദിലീപിൻ്റെ ഭാഷ പറഞ്ഞ വെൽക്കം. ഇനി നമുക്ക് പെൻഡ്രൈവ് ഒന്ന് കുത്തിയോ. ഒരു പെൻഡ്രൈവ് എടുത്ത് നമ്മുടെ ARC ഉള്ള HDMI ഇന്നുണ്ട്. പിന്നെ അതുകൂടാതെ USB ഉണ്ട്, ഒപ്റ്റിക്കൽ ഇന്നുണ്ട്, ലൈൻ ഇന്നുണ്ട്, സബ് വൂഫർ ഔട്ടുണ്ട്. ഏകാലം പവർ സപ്ലൈ പ്രശ്നമായിരുന്നുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ട് കാണില്ല. ബാക്കിയെല്ലാം വർക്കിംഗ് ആയിരിക്കും. ഓഫായി. അതിവിടെ അനങ്ങിയതാ, പേടിക്കണ്ട. ഇവിടെ ഒന്ന് അനങ്ങിയതാണേ. ബ്ലൂടൂത്തിലേക്ക് പോയി. ഓക്സ്, ARC, ഒപ്റ്റിക്കൽ ഇന്ന്, ബ്ലൂടൂത്ത്. അപ്പോൾ പെൻഡ്രൈവ് ലൂസാകരുത്. പെൻഡ്രൈവ് വലിഞ്ഞതാണ്. ഓക്കെ. പെൻഡ്രൈവ് തന്നെ എടുക്കും.